99% കുട്ടികളും തെറ്റായ രീതിയിലാണ് പഠിക്കുന്നത്. യെസ്, നിങ്ങളും തെറ്റായ രീതിയിൽ തന്നെയാണ് പഠിക്കുന്നത്. കാരണം ഇപ്പോഴും നിങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും 1% വിന്നിംഗ് റേറ്റ് ഉള്ള, അതായത് ഒരു എക്സാം എഴുതുന്ന 100-ൽ 1% താഴെ മാത്രം വിജയിക്കുന്ന ആ കുട്ടികളുടെ അടുത്തേക്ക്, ആ കാൻഡിഡേറ്റ്സിന്റെ ഉള്ളിലേക്ക് നിങ്ങൾ ഇതുവരെയും എത്തിയിട്ടില്ല. അതുകൊണ്ട് തന്നെ നിങ്ങളും ഇപ്പോൾ പഠിക്കുന്നത് റോങ് ആയിട്ടുള്ള പേസിൽ തന്നെയാണ്. എന്താണ് അപ്പം നന്നായിട്ട് പഠിക്കാൻ പറ്റുക? ഞാൻ ചില കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായി പറഞ്ഞുതരാം. അതായത് ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ ഒരു ഉദ്യോഗാർത്ഥി SSC പോലെയുള്ള ഒരു സെൻട്രൽ ഗവൺമെന്റ് എക്സാംസിനെ ഫോക്കസ് ചെയ്ത് പഠിക്കുമ്പോൾ കൃത്യമായ ഒരു സ്ട്രാറ്റജി നിങ്ങൾക്കുണ്ടായിരിക്കണം. ഞാൻ ആ സ്ട്രാറ്റജി നിങ്ങൾക്കൊന്ന് പറഞ്ഞുതരാം. നിങ്ങൾ പഠിക്കുന്നത് ഈ മെത്തേഡിൽ തന്നെയാണോ എന്നുള്ളത് ഉറപ്പുവരുത്തുക. മക്കളെ, ഞാൻ ഈ കാണിക്കാൻ പോകുന്ന ഈ സാധനം കണ്ടോ, ഇത് ഡെയിലി ടു ഡു ലിസ്റ്റ് ആണ്. നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും മേക്ക് ചെയ്തിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് ഞാൻ ഇന്ന ദിവസം ഇന്ന ടൈമിൽ ഇന്ന കാര്യമാണ് പഠിക്കാൻ പോകുന്നത്, 10 മണിക്ക് ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നു, 12 മണിയാകുമ്പോൾ ഞാൻ ഇന്ന ടോപ്പിക്ക് പഠിക്കാൻ പോകുന്നു, ഇങ്ങനെ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾ എപ്പോഴെങ്കിലും പ്രിപ്പയർ ചെയ്തിട്ടുണ്ടോ? ഇല്ല. പിന്നെ എങ്ങനെയാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ട് പഠിക്കാൻ പറ്റുക? നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ സിലബസിലെ ഏറ്റവും പ്രയോറിറ്റി ഉള്ള ടോപ്പിക്കുകൾക്ക് ഇമ്പോർട്ടൻസ് കൊടുത്ത് പഠിക്കാൻ പറ്റുക? ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ടോപ്പിക്കുകൾക്ക് ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി കൊടുത്ത് പഠിക്കാൻ പറ്റുക? യെസ്, ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് അത് കഴിയില്ല. നിങ്ങൾക്ക് ആദ്യം ഒരു ടു ഡു ലിസ്റ്റ് തന്നെ വേണം. അതായത് ഓരോ ദിവസവും നിങ്ങൾ എന്താണ് പഠിക്കാൻ പോകുന്നത്, ഓരോ ദിവസവും ഏത് ടോപ്പിക്കുകൾക്ക് നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്, മാത്സിന് കൃത്യമായിട്ടുള്ള ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടോ, നിങ്ങളുടെ വീക്കർ ഏരിയ ആയിട്ടുള്ള ഇംഗ്ലീഷിന് നിങ്ങൾ പ്രോപ്പർ ആയിട്ടുള്ള ഒരു വെയിറ്റേജ് പഠനത്തിൽ കൊടുത്തിട്ടുണ്ടോ? ഇത് അനലൈസ് ചെയ്യാതെ, ഇത് പ്രോപ്പറായിട്ട് റെക്കോർഡ് ചെയ്യാതെ, ഇതിനെ ഒന്ന് ജേർണൽ ചെയ്യാതെ നിങ്ങൾ മുന്നോട്ട് പോയത് കൊണ്ട് നിങ്ങൾക്ക് യാതൊരുവിധ ബെനിഫിറ്റും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാക്കാനായിട്ട് കഴിയുന്നില്ല. ഞാൻ നിങ്ങൾക്ക് ഒരു കൃത്യമായിട്ടുള്ള എക്സാമ്പിൾ കാണിച്ചു തരാം. അതായത് നിങ്ങളുടെ പഠനത്തിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കേണ്ട ഒരു യഥാർത്ഥ ഫോർമാറ്റ് ഞാനൊന്ന് കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് കാണിച്ചു തരാം. മക്കളെ, പല തരത്തിലുള്ള തിയറീസ് ഒരു ബെറ്റർ സ്റ്റുഡൻ്റ് ആവാൻ, ഒരു മികച്ച വിദ്യാർത്ഥി ആവാൻ വേണ്ടിയിട്ട് പറയപ്പെടുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് സ്ക്രീനിൽ ഇപ്പോൾ കാണാൻ പറ്റുന്ന 1-2 മെത്തേഡുകൾ ഞാനൊന്ന് പറഞ്ഞുതരാം. അതിൽ ഒന്നാമത്തെ മെത്തേഡ് എന്ന് പറയുന്നത് പോമഡോറോ ടെക്നിക്കാണ്. നിങ്ങൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാകുന്ന, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ നിന്ന് കേട്ടിട്ടുണ്ടാകുന്ന ഒരു ടെക്നിക്കാണ് പോമഡോറോ ടെക്നിക്ക്. എന്താണ് പോമഡോറോ ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ? മക്കളെ, പോമഡോറോ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ടെക്നിക്കാണ്. അതായത് ഒരു ഉദ്യോഗാർത്ഥി, ഒരു വിദ്യാർത്ഥി, പ്രത്യേകിച്ച് സെൻട്രൽ ഗവൺമെന്റ് പോലെയുള്ള വളരെ ചലഞ്ചിങ് ആയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഫേസ് ചെയ്യുന്ന, അല്ലെങ്കിൽ ഒരുപാട് കോമ്പറ്റീറ്റേഴ്സ് ഉണ്ടാകുന്ന ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ചില മെത്തേഡുകളിലൂടെ, ചില സ്ട്രാറ്റജികളിലൂടെ ആ പഠനത്തെ മുന്നോട്ട് കൊണ്ടുപോയെങ്കിൽ മാത്രമേ അവരെ ചലഞ്ച് ചെയ്ത് ആ 1% എത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അതിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മെത്തേഡാണ് പോമഡോറോ ടെക്നിക്. കാരണം നിങ്ങളൊരു 6 മണിക്കൂറോ 7 മണിക്കൂറോ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. ഒരു ദിവസം നിങ്ങൾ 6-7 മണിക്കൂർ പ്രിപ്പയർ ചെയ്യുകയാണെന്ന് വിചാരിച്ചു. നിങ്ങളൊരു കണ്ടിന്യൂസ് ആയിട്ട് ഒരു 2 മണിക്കൂറിൻ്റെ സ്ലോട്ട് പഠനത്തിന് വേണ്ടി മാറ്റിവെച്ചു. ദെൻ അതിനുശേഷം ഒരു 2 മണിക്കൂർ, അതിനുശേഷം ഒരു 2 മണിക്കൂർ, കണ്ടിന്യൂസ് ആയിട്ട് 2 മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ട് വീതമാണ് നിങ്ങൾ പഠനത്തിന് വേണ്ടി ക്രമീകരിക്കാം. മാത്സിന് 2 മണിക്കൂർ കണ്ടിന്യൂസ്, വീണ്ടും റീസണിങ്ങിന് 2 മണിക്കൂർ കണ്ടിന്യൂസ്, ദെൻ നമ്മുടെ ഇംഗ്ലീഷിന് 2 മണിക്കൂർ കണ്ടിന്യൂസ്, GKക്ക് 2 മണിക്കൂർ കണ്ടിന്യൂസ്. ഇങ്ങനെയുള്ളൊരു രീതിയിലാണ് നിങ്ങൾ പാറ്റേൺ സെറ്റ് ചെയ്യുന്നതെന്ന് വിചാരിച്ചു. ഇവിടെ നിങ്ങൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, നിങ്ങൾ കണ്ടിന്യൂസ് പഠിക്കുമ്പോൾ ഒരു 1/2 മണിക്കൂർ കഴിയുമ്പോൾ തൊട്ട് തന്നെ ഉറക്കം എന്ന് പറയുന്ന വില്ലൻ ഇടയ്ക്ക് കയറി വരും. അതേപോലെ തന്നെ ഡിസ്ട്രാക്ഷൻസ്, സോഷ്യൽ മീഡിയാസിൻ്റെ നോട്ടിഫിക്കേഷൻ സൗണ്ട് ആയിക്കോട്ടെ, പുറത്തു നിന്നുള്ള സംസാരങ്ങളായിക്കോട്ടെ, വീടിനുള്ളിലുള്ള സംസാരങ്ങളായിക്കോട്ടെ, പുറത്തുനിന്ന് വാഹനങ്ങൾ പോകുന്ന സൗണ്ടുകളായിക്കോട്ടെ, TV-യിൽ നിന്നുള്ള വോളിയം ആയിക്കോട്ടെ, ഡിസ്ട്രാക്ഷൻസ് എപ്പോഴും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും. ഫോൺ കോളുകളായിക്കോട്ടെ, കണ്ടിന്യൂസ് ആയിട്ടുള്ള ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായിക്കൊണ്ടേയിരിക്കും. ഒരു 1/2 മണിക്കൂർ വരെയൊക്കെ കൃത്യമായ പേസിൽ പഠിച്ചു പോകാൻ പറ്റുമെങ്കിലും 1/2 മണിക്കൂറിന് ശേഷം തൊട്ട് തന്നെ നിങ്ങൾ ഡിസ്ട്രാക്റ്റഡ് ആയി തുടങ്ങും. ഏതാണ്ട് 1 മണിക്കൂറിന് ശേഷം നിങ്ങൾ പഠിക്കുന്നതൊന്നും എക്സാക്ട്ലി ഒന്നും നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവില്ല. ഈ യാഥാർത്ഥ്യമാണ് പലപ്പോഴും നിങ്ങൾ അറിയാത്തത്. പലരും വിചാരിക്കുന്നത് ഒരുപാട് സമയം കണ്ടിന്യൂസ് ഇരുന്ന് പഠിച്ചാലാണ് ബെറ്റർ ആവാൻ പറ്റുക, റാങ്ക് നേടാൻ പറ്റുക, ഇങ്ങനെയൊക്കെ വിചാരിക്കും. ബട്ട് പ്രൊഡക്റ്റീവ് ടൈം അല്ല എങ്കിൽ, കൃത്യമായി ഫോക്കസ്ഡ് അല്ല എങ്കിൽ, ഡിസ്ട്രാക്ഷൻസ് ഇടയിലാണ് എങ്കിൽ ഒരിക്കലും നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല, ആ സമയത്തിൽ പഠിച്ച കാര്യങ്ങൾ മെമ്മറിയിൽ ഉൾക്കൊള്ളിക്കാൻ കഴിയില്ല. സോ നിങ്ങൾക്ക് അവിടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഏറ്റവും മികച്ച ഒരു മെത്തേഡാണ് പോമഡോറോ ടെക്നിക്ക്. ദാറ്റ് മീൻസ് നിങ്ങൾ 2 മണിക്കൂറിൻ്റെ ഒരു സ്ലോട്ടാണ് പഠനത്തിന് തിരഞ്ഞെടുക്കുന്നത് വിചാരിക്കാം. ഈ 2 മണിക്കൂറിനെ 4 നമ്മൾ ഡിവൈഡ് ചെയ്യാണ്. കൃത്യമായി ശ്രദ്ധിച്ചിരുന്നോടാ. അതായത് 4 തിരിക്കുന്നു. അതിൽ ഒന്നാമത്തെ സ്ലോട്ടിൽ 25 മിനിറ്റ് ആണുണ്ട് എന്ന് വിചാരിക്കാം. 25 മിനിറ്റ് നിങ്ങൾ കോൺസ്റ്റിറ്റ്യൂഷനാണ്, GKയിലെ കോൺസ്റ്റിറ്റ്യൂഷനാണ് പഠിക്കുന്നതെങ്കിൽ ആദ്യത്തെ 25 മിനിറ്റ് കോൺസ്റ്റിറ്റ്യൂഷനിലെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി എന്ന് പറയുന്ന ടോപ്പിക്ക് പഠിക്കുന്നു. ദെൻ അതിനുശേഷം ഒരു 5 മിനിറ്റ്സിൻ്റെ ബ്രേക്ക് നിങ്ങൾ എടുക്കുന്നു. ഓക്കെ, ഫസ്റ്റ് 25 മിനിറ്റ്സ് നിങ്ങൾ പഠിക്കുന്നു, കണ്ടിന്യൂസ് ആയിട്ട് പഠിക്കുന്നു വിതൗട്ട് എനി ഡിസ്ട്രാക്ഷൻസ്. ദെൻ അതിനുശേഷം ഒരു 5 മിനിറ്റ് നിങ്ങൾ ബ്രേക്ക് എടുക്കാം.
ഈ ബ്രേക്കിന്റെ ടൈമിൽ നിങ്ങൾക്ക് ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാം. ദാറ്റ് മീൻസ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങി നടക്കാം, പുറത്തെ സൗണ്ടുകൾ കേൾക്കാം, മൂവീസിൽ എന്താണ് വരുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് ശ്രദ്ധിക്കാം, ജസ്റ്റ് ഫോണൊക്കെ ഒന്ന് സ്ക്രോൾ ചെയ്യാം, സമാധാനമായിട്ട് ഒരു 5 മിനിറ്റ്സ് മാത്രം അതിലേക്ക് പോവാം. ഒരുപാട് ഫോണിലേക്കോ മറ്റോ പോകാതിരിക്കാൻ ശ്രമിക്കുക. അത് ഡിസ്ട്രാക്ഷനിലേക്ക് ആഴത്തിലേക്ക് ഇറങ്ങി പോകാൻ ചിലപ്പോൾ സഹായിച്ചേക്കാം. കാരണം ഒരു വില്ലൻ ഇങ്ങനെ വന്ന് നിൽക്കുകയാണ് എങ്കിൽ, നമ്മളെ കൊതിപ്പിച്ച് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ചിലപ്പോൾ നമ്മൾ ആ കൊതിയിലേക്ക് അങ്ങ് വീണ് പോകാനുള്ള സാധ്യതയുണ്ട്. ദെൻ അതിനുശേഷം ഈ 5 മിനിറ്റ്സിന്റെ ബ്രേക്കിന് ശേഷം നല്ല വെള്ളമൊക്കെ കുടിച്ച് സമാധാനമായിട്ട് ദെൻ അഗെയിൻ ഒരു 25 മിനിറ്റ്സിന്റെ സെക്കൻഡ് ഷെഡ്യൂൾ ഫിക്സ് ചെയ്യാം. ഈ 25 മിനിറ്റ്സിൽ നിങ്ങൾ കോൺസ്റ്റന്റ് അസംബ്ലി പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് കണ്ടിന്യൂ ചെയ്യാം. ദെൻ പ്രിയാമ്പിളിലേക്ക് പോകാം, ദെൻ ഫണ്ടമെന്റൽ റൈറ്റ്സിലേക്ക് പോകാം. അങ്ങനെ ഓരോരോ ടോപ്പിക്കുകൾ നിങ്ങൾ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന അത്രയും ടോപ്പിക്കുകളിലേക്ക് ഡിസ്ട്രാക്ഷൻസ് ഇല്ലാതെ നെക്സ്റ്റ് 25 മിനിറ്റ്സ് കണ്ടിന്യൂ ചെയ്യാം. അതിനുശേഷം വീണ്ടും ഒരു 5 മിനിറ്റ്സിന്റെ ബ്രേക്ക് എടുക്കുക. ദെൻ ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യുക. 25 മിനിറ്റ്സിന്റെ തേർഡ് സെക്ഷൻ, ദെൻ 5 മിനിറ്റ്സിന്റെ ബ്രേക്ക്, ദെൻ നെക്സ്റ്റ് 25 മിനിറ്റ്സിന്റെ ലാസ്റ്റ് സെഷൻ 5 മിനിറ്റ്സ് ബ്രേക്ക്. ഇവിടെ എന്താ സംഭവിച്ചത്? ഇവിടെ 25 മിനിറ്റ് വീതം 4 ആയിട്ട് ഒരു 2 മണിക്കൂറിനെ തിരിച്ചു. ഇതിനിടയിൽ പ്രോപ്പർ ആയിട്ടുള്ള 20 മിനിറ്റ്സിന്റെ റെപ്പറ്റേറ്റീവ് ആയിട്ടുള്ള അല്ലെങ്കിൽ കൃത്യമായ ഇടവേളകളിൽ ഒരു 20 മിനിറ്റ്സ് വരുന്ന ബ്രേക്കും നമ്മൾ എടുത്തിട്ടുണ്ട്. എന്തിനാണ് ഇവിടെ ഇങ്ങനെ ഒരു ബ്രേക്ക് നമ്മൾ എടുത്തത്? ബ്രെയിനെ തിരിച്ച് നമ്മുടെ റുട്ടീനിലേക്ക് കൊണ്ടുവരാൻ. ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാമായിരുന്ന ബ്രെയിനെ കൃത്യമായി നമ്മുടെ യഥാർത്ഥ സ്ട്രാറ്റജി എന്താണ്, നമ്മുടെ യഥാർത്ഥ ആവശ്യം എന്താണ്, നീഡ് എന്താണ്, ആ നീഡിലേക്ക് കൊണ്ടുവരാനായിട്ടുള്ള പാത്ത് ക്രിയേറ്റ് ചെയ്ത് കൊടുക്കുന്ന ടൈമാണ് 5 മിനിറ്റ്സ്. ദാറ്റ് മീൻസ് എ റിഫ്രഷ്മെന്റ് ടൈം. ഈ രീതിയിൽ നിങ്ങൾ ആ 2 hours കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഒരു 30 to 1 hour ബ്രേക്ക് എടുക്കുക. ഒരു ലോങ് ബ്രേക്ക് എടുക്കുക. സമാധാനമായി നിങ്ങളുടേതായ കാര്യങ്ങളിലേക്ക് പോകാൻ, നിങ്ങളുടെ സമയം കൃത്യമായി ചിലവഴിക്കാനായിട്ട് ഒരു 30 minutes to 1 hour കൃത്യമായിട്ടുള്ള ബ്രേക്ക് എടുക്കുക. ദെൻ അതിനുശേഷം വീണ്ടും ഒരു 2 hour ഷെഡ്യൂൾ സെറ്റ് ചെയ്യുക. ഇതേപോലെ 25 minutes 5 minutes, ദെൻ 25 minutes 5 minutes ബ്രേക്ക് സെറ്റ് ചെയ്യാം. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഇവിടെ നിങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങൾ പഠിക്കുകയും ചെയ്തു, കൃത്യമായി നിങ്ങളുടേതായ കാര്യങ്ങൾ, നിങ്ങളുടേതായ ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകാനായിട്ട് ടൈം ഇട്ട് കൊടുക്കുകയും ചെയ്തു. ഇവിടെ ബ്രെയിനിന് യാതൊരു കൺഫ്യൂഷൻ തോന്നണ്ട. കിട്ടേണ്ടതെല്ലാം ബ്രെയിനിന് കൃത്യമായി കിട്ടുന്നുണ്ട്, പഠിക്കേണ്ടതെല്ലാം നിങ്ങൾ കൃത്യമായി പഠിക്കുന്നുണ്ട്, ഡിസ്ട്രാക്ഷൻസിലേക്ക് പോകേണ്ട സമയത്ത് അതിന് പോകുന്നുണ്ട്, ഒരടുക്കും ചിട്ടയോടെയും പഠിച്ചു പോകാൻ പറ്റുന്നു. ഇതാണ് ഒന്നാമത്തെ മെത്തേഡ്, പോമോഡോറോ ടെക്നിക്. പ്രാക്ടീസ് ചെയ്യ്, ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവും. Then the second method, 3:2:1 method. എന്താണ് 3:2:1 എന്ന് പറയുക? 3:2:1. This is a revision method. അതായത് സ്റ്റഡി മെത്തേഡ് നിങ്ങൾക്ക് കിട്ടി, ദെൻ റിവിഷൻ എങ്ങനെ പ്രോപ്പറായിട്ട് ചെയ്യണമെന്ന് കൃത്യമായി പറഞ്ഞു തരുന്നൊരു മെത്തേഡാണ് 3:2:1 റൂൾ. ഇതിൽ 3 എന്ന് പറയുന്ന നമ്പർ ശ്രദ്ധിക്കാം. 3 എന്ന് പറയുന്ന നമ്പറിൽ 3 കാര്യങ്ങൾ നിങ്ങൾ ചെയ്യേണ്ടതുണ്ട്. ആദ്യം നിങ്ങൾ എപ്പോഴും ചെയ്യാറുള്ളത് പോലെ, നോർമലി ഒരു ഉദ്യോഗാർത്ഥി എന്തായാലും ചെയ്യാറുള്ളത് പോലെ പഠനം എന്ന് പറയുന്ന കാര്യം. നിങ്ങൾക്ക് ക്ലാസ് കേൾക്കാം, നോർമലി ഉള്ള ക്ലാസ് കേൾക്കാം. അധ്യാപകൻ പഠിപ്പിക്കുന്നു. അമൽ സാറിൻ്റെ ജോഗ്രഫി എന്ന് പറയുന്ന ടോപ്പിക് എടുക്കുകയാണ്. അമൽ സാർ ജോഗ്രഫി പഠിപ്പിക്കുകയാണ്. അമൽ സാർ ജോഗ്രഫി പഠിപ്പിക്കുന്ന സമയത്ത് സാറിൻ്റെ ഒരു പ്രത്യേകത, സാർ എപ്പോഴും വരച്ച് പഠിപ്പിക്കാനായിട്ടാണ് കൂടുതൽ ശ്രമിക്കാറ്. അങ്ങനെ ടെക്സ്റ്റുകളൊന്നും അല്ലെങ്കിൽ സെൻറ്റൻസുകളൊന്നും വെക്കാതെ വരച്ച് പഠിപ്പിക്കും. അപ്പോൾ കൃത്യമായിട്ടുള്ള ഇമേജസ് ഒരാളുടെ മനസ്സിലേക്ക് ഫിക്സ് ചെയ്ത് വെക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ സാറിൻ്റെ ജോഗ്രഫിയിൽ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗമാണ് നിങ്ങൾ പഠിക്കുന്നതെങ്കിൽ അത് പഠിച്ച് ഇങ്ങനെ വരികയാണ്. അപ്പോൾ നോർമലി ക്ലാസ് കാണുന്നു, സാറ് പറയുന്ന കാര്യങ്ങൾ ക്ലാസ്സിൽ കേൾക്കുന്നു. ദ ഫസ്റ്റ് മെത്തേഡ്. ദെൻ സെക്കൻഡ് മെത്തേഡ് എന്ന് പറയുന്നത്, സാർ ഈ പഠിപ്പിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് ഇതിൻ്റെ ലെക്ചർ നോട്ടുകൾ എഴുതാം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് ലെക്ചർ നോട്ടുകൾ എഴുതുക എന്നുള്ളത്. ലെക്ചർ നോട്ടുകൾ എഴുതുമ്പോൾ ക്ലാസ് കണ്ടു, കേട്ടു, ഇത് കാണുകയും കേൾക്കുകയും ചെയ്തു. ദെൻ അതിനുശേഷം നിങ്ങൾ എഴുതുക കൂടി ചെയ്യുമ്പോൾ, ഷോർട്ട് നോട്ടുകൾ എഴുതുക കൂടി ചെയ്യുമ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലേക്ക് ഒന്നുകൂടി പതിയാനുള്ള അവസരം മനസ്സിൽ കൊടുക്കുകയാണ്. ദെൻ ദ ലാസ്റ്റ് വൺ, തേർഡ് ഫേസ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള നോട്ട്സ് തരും. ഈ നോട്ട്സ് റീഡ് ചെയ്യുക എന്നുള്ളതാണ്. അതായത് കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ക്ലാസ്സിൽ പഠിപ്പിച്ചതും നിങ്ങൾക്ക് ലെക്ചർ നോട്ടായിട്ട് എഴുതിയതും ഒന്നും കൂടാതെ പ്രോപ്പർ ആയിട്ടുള്ള ഒരു നോട്ട് കൂടി പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഇത് സൂപ്പർ നോട്ട്സിൻ്റെ കാര്യമാണ് പറയുന്നത്, മറ്റുള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണെന്നുള്ളത് അറിയില്ല. പ്രോപ്പർലി സൂപ്പർ നോട്ട്സ് ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഒരു ക്ലാസ് തരുന്നു, ആ ക്ലാസ്സിൻ്റെ നോട്ട്സ് ഒരു A4 സൈസിൽ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് പ്രിന്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലായിരിക്കും ആ നോട്ട്സ് തരിക. അപ്പോൾ ഈ രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റും? നിങ്ങൾക്ക് നോട്ട്സ് വായിക്കാൻ പറ്റും. അപ്പോൾ 3 കാര്യങ്ങൾ, ആദ്യത്തെ 3 എന്ന് പറയുന്ന നമ്പർ നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നിങ്ങൾ പഠിക്കുന്നത് രാവിലെ 9 മണിക്കാണെന്ന് വിചാരിക്കാം. ദെൻ വൈകുന്നേരം ഒരു 5 മണി സമയമായി, 6 മണി സമയമായി. 5 മണി 6 മണി സമയത്താണ് ഈ 2 എന്ന് പറയുന്ന നമ്പറിലേക്ക് പോകേണ്ടത്. അതായത് നിങ്ങൾ എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നോട്ട്, ഈ നോട്ടിനെ ഒന്ന് റീഡ് ചെയ്യാം. അതായത് എഴുതി വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ട് മാത്രമാണ്, മെയിൻ നോട്ടല്ല, ഷോർട്ട് നോട്ട് മാത്രം റീഡ് ചെയ്യാം. ഈ ഷോർട്ട് നോട്ട് അതേപോലെ തന്നെ ഓരോ സെൻറ്റൻസുകൾ എന്താണ് എഴുതി വെച്ചിരിക്കുന്നത്, കോസ്റ്റൽ പ്ലെയിനിൽ എന്തൊക്കെ കാര്യങ്ങൾ എഴുതി വെച്ചു, ഏതൊക്കെ സ്റ്റേറ്റുകളിലാണ് സമുദ്രത്തിൻ്റെ ഭാഗമുള്ളത്, എത്ര കിലോമീറ്ററാണ് സമുദ്രത്തിൻ്റെ ഭാഗമുള്ളത്, ഓരോ ഡിവിഷൻസ് എന്തൊക്കെ, കോസ്റ്റൽ പ്ലെയിനിൽ പലതരത്തിലുള്ള ഡിവിഷൻസ് ഉണ്ട്, ആ ഡിവിഷൻസ് എന്തൊക്കെയാണ്, ദെൻ ദ്വീപുകളെ പറ്റി അവിടെ നമ്മൾ ചിലപ്പോൾ പഠിക്കുക, ദ്വീപുകൾ എന്താണ്, ഐലൻഡുകളെ പറ്റിയിട്ടുള്ള
ഫാക്റ്റുകൾ എന്താണ്, ആൻഡമാൻ നിക്കോബാറിലെ ഫാക്റ്റുകൾ എന്തൊക്കെയാണ്, അവിടെ എത്ര ദ്വീപുകളുണ്ട്, അവിടുത്തെ ഏറ്റവും വലിയ ദ്വീപ് ഏതാണ്, ഇങ്ങനെയൊക്കെയുള്ള കുറേ ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് പഠിക്കും. ഈ ഡേറ്റകൾ നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഷോർട്ട് നോട്ടിൽ നിന്ന് പഠിച്ചു. ദെൻ അതിനുശേഷം ആ ഷോർട്ട് നോട്ട് എടുത്ത് മടക്കി വെക്കുക. ദെൻ റിമെമ്പർ ചെയ്യാൻ ശ്രമിക്കുക. ഇതാണ് രണ്ടാമത്തെ കാര്യം, റിമെമ്പറിങ്. നിങ്ങൾ പഠിച്ചത് എത്രത്തോളം നിങ്ങളുടെ മെമ്മറിയിലേക്ക് കയറിയിട്ടുണ്ട്. ആ തവണ റിമെമ്പർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകും, ആക്ച്വലി ഞാൻ ഇത്രയും കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ അതിൽ ഇത്ര കാര്യങ്ങൾ മാത്രമേ എൻ്റെ മെമ്മറിയിലുള്ളൂ, ബാക്കി കാര്യങ്ങൾ മറന്നുപോയി. യെസ്, മറന്നു പോകുന്ന ഒരു തെറ്റാണോ? നോ, ഡെഫിനറ്റ്ലി നോ, ഒരിക്കലുമല്ല. ഒരു മനുഷ്യ സഹജമായ കാര്യം മാത്രമാണ് മറന്നു പോവുക എന്നുള്ളത്. ദെൻ ഹൗ ക്യാൻ റീകളക്ട്? ഇത് എങ്ങനെയാണ് നമുക്ക് റീകളക്ട് ചെയ്യാൻ പറ്റുക? റീഡ് ഇറ്റ് അഗൈൻ, വീണ്ടും റീഡ് ചെയ്യ്, വീണ്ടും ഓർത്തെടുക്കാൻ ശ്രമിക്കുക, വീണ്ടും വായിക്കുക. അത്ര മാത്രമേ ചെയ്യാനുള്ളൂ. ഒരു മനുഷ്യൻ എന്ന നിലയിൽ മറന്നു പോവുക വളരെ നോർമലായി സംഭവിക്കുന്ന കാര്യമാണ്. റീകളക്ട് ചെയ്യാനായിട്ട് വീണ്ടും റീഡ് ചെയ്യുക, വീണ്ടും പണിയെടുക്കുക എന്നുള്ളത് മാത്രമാണ് ചെയ്യാനുള്ളത്. ദെൻ അതിനുശേഷം എന്ത് ചെയ്യുക? റീഡിങ്ങും കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ മെമ്മറിയിൽ ഓർത്തെടുക്കാൻ, റിമെമ്പർ ചെയ്യാനായിട്ട് ശ്രമിച്ചു. ചില കാര്യങ്ങൾ കിട്ടി, ചിലത് പോയി. അപ്പം ഞാൻ എന്ത് ചെയ്തു? വീണ്ടും ആ ഷോർട്ട് നോട്ടിലേക്ക് പോയി. ഷോർട്ട് നോട്ടിനകത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ഒന്ന് വായിച്ചു. ദെൻ തിരിച്ചു വന്നു. ദെൻ ഏറ്റവും അവസാനത്തെ 1 എന്ന് പറയുന്ന നമ്പർ, രാത്രിയിൽ കിടന്നുറങ്ങുന്നതിന് തൊട്ടു മുൻപ്, ദെൻ നിങ്ങൾ 10:30-ക്കാണ് കിടന്നുറങ്ങുന്നതെങ്കിൽ 10 മണി സമയം എടുക്കാം. ഈ 10 മണി സമയത്ത് നിങ്ങൾ ഒരു പേപ്പറും പേനയും എടുക്കാം. ഇതേപോലെ തന്നെ ഒരു പേപ്പറും ഒരു പേനയും എടുക്കാം. ഈ പേപ്പറിൽ കൃത്യമായി നിങ്ങൾ കോസ്റ്റൽ പ്ലെയിൻ എന്ന് പറയുന്ന ഭാഗത്തിൽ കഴിഞ്ഞ 5 തവണയായി, ആദ്യത്തെ 3 തവണയും ദെൻ രണ്ടാമത്തെ 2 തവണയുമായി നിങ്ങൾ പഠിച്ച, മെമ്മറൈസ് ചെയ്ത മുഴുവൻ കാര്യങ്ങളും എഴുതാനായി ശ്രമിക്കാം. ഒരു പേപ്പറും പേനയും എടുത്ത് എഴുതാൻ ശ്രമിക്കാം. എഴുതുമ്പോൾ നിങ്ങൾ പഠിച്ചതിൽ ചിലപ്പോൾ 60% നിങ്ങൾ എഴുതും, ചിലപ്പോൾ 40% നിങ്ങൾ എഴുതും, ചിലപ്പോൾ 80% എഴുതും. എഴുതാതെ പോയ കാര്യങ്ങൾ വീണ്ടും ഒന്നുകൂടി ഒന്ന് വായിക്കാനായിട്ട് ശ്രമിക്കാം. ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഏതാണ്ട് 6 തവണ ഒരേ കാര്യങ്ങളിലൂടെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്തു. ഒരുപാട് സമയമൊന്നും നിങ്ങൾക്ക് എടുത്തില്ല. നോർമലി പഠിക്കുന്നതിനേക്കാൾ ഒരുപക്ഷെ ഒരു 15 മിനിറ്റോ 20 മിനിറ്റോ കൂടുതൽ വന്നേക്കാം. അത്ര മാത്രം എഫോർട്ട് എടുത്താൽ ഒരുപക്ഷെ കുറേ നാളത്തേക്ക് ഈ കാര്യങ്ങൾ കൃത്യമായി മെമ്മറിയിൽ സൂക്ഷിച്ചു വെക്കാനായിട്ട് കഴിയും. ഡെഫിനറ്റ്ലി എത്ര ഈസി ആയിട്ടുള്ള റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള മെത്തേഡാണ് ഈ 2 മെത്തേഡ്. പോമോഡോറോ ടെക്നിക്കും അതേപോലെ തന്നെ 3:2:1 റൂളും. ഈ 2 റൂളുകൾ കൃത്യമായി നിങ്ങൾ നിങ്ങളുടെ പഠനത്തിൽ ഉൾപ്പെടുത്തിയാൽ 99% റിസൾട്ട് ഇല്ലാത്ത, പരാജയപ്പെട്ടു പോകുന്ന സ്റ്റുഡൻസിനേക്കാളും ആ 1%ത്തിലേക്ക്, റിസൾട്ട് ഓറിയൻറ്റഡ് ആയിട്ടുള്ള, ജോലി കിട്ടാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള ആ 1%ത്തിലേക്ക് എത്താനായിട്ട് നിങ്ങൾക്ക് പറ്റും. പക്ഷേ മെത്തേഡ് പ്രോപ്പർ ആയിരിക്കണം. ഞാൻ ഈ പറഞ്ഞതുപോലെ പ്രോപ്പറായിട്ട് നിങ്ങൾക്ക് പഠിക്കാനായിട്ടുള്ള സാധനങ്ങൾ കിട്ടണം, മെറ്റീരിയൽസ് കിട്ടണം, ക്ലാസ്സുകൾ കിട്ടണം, അത് റിവൈസ് ചെയ്യാനായിട്ടുള്ള പാറ്റേൺസ് കിട്ടണം. ഇത് പറഞ്ഞു തരാനായിട്ടുള്ള ഒരു പ്രോപ്പർ മെന്ററിനെയും നിങ്ങൾ സംഘടിപ്പിക്കണം. യെസ്, സൂപ്പർ നോട്ട്സിൽ ഇതിനുള്ള കൃത്യമായിട്ടുള്ള അവസരങ്ങളുണ്ട്. നിങ്ങൾക്ക് പഠിച്ചു പോകാനായിട്ടുള്ള കൃത്യമായ ക്ലാസ്സുകൾ കാണും, അതിൻ്റെ A4 സൈസ് പ്രിൻ്റബിൾ നോട്ട്സ് കാണും. ദെൻ അതുകൂടാതെ തന്നെ ഇവിടെ മെൻറ്റേഴ്സ് ഉണ്ടാവും, നിങ്ങൾക്ക് പ്രോപ്പറായിട്ടുള്ളൊരു സപ്പോർട്ട് തരാനായിട്ടുള്ള ആളുകളുണ്ടാവും. ഈ രീതിയിലായിരിക്കും നമ്മുടെ ബാച്ചുകളൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. SSC CGL വേണ്ടിയിട്ട് നമ്മൾ മെയ് മാസം 25-ാം തീയതി ഒരു ക്രാഷ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഒരു വ്യക്തമായ പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ച്, ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ഒരു ബാച്ച്. ഞാൻ ഈ പറയും പോലെ ഒരു ടു ഡു ലിസ്റ്റ് നിങ്ങൾക്ക് ഉണ്ടാവണമെന്ന് പറഞ്ഞില്ലേ, ഈ ടു ഡു ലിസ്റ്റ് പോലെ തന്നെ ഓരോ ദിവസവും എന്താണ് പഠിക്കേണ്ടതെന്നുള്ള ടോപ്പിക്കുകൾ കൃത്യമായി ഫിക്സ് ചെയ്ത് തരുന്ന ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയിട്ടുള്ള ബാച്ച്. നിങ്ങളോടിപ്പോൾ പറയുകയാണ്, ഇതേപോലെയുള്ള വലിയ റാങ്ക് ഫയലുകൾ എടുത്ത് നിങ്ങളുടെ മുന്നിൽ വെച്ച് തന്നിട്ട് ഈ റാങ്ക് ഫയലുകൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചോ എന്ന് പറയുകയാണ്. അതേപോലെ തന്നെ ഇതേപോലെ കുറേ പ്രീവിയസ് ഇയർ ചോദ്യങ്ങളൊക്കെ തന്നിട്ട് പഠിക്കാനായിട്ട് പറയുകയാണ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കിയേ, ഇത്രയും ബൾക്കായിട്ടുള്ളൊരു മെറ്റീരിയൽ നിങ്ങൾ പഠിക്കാനായിട്ട് തിരഞ്ഞെടുത്ത് അത് ഓരോ ദിവസമായിട്ട് കംപ്ലീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതെങ്കിൽ ഇതിന് തന്നെ ഒരു വലുപ്പം നോക്കി. ഇത്തരത്തിലുള്ള കുറേ ബുക്കുകൾ ഒരുപക്ഷെ നിങ്ങളുടെ വീട്ടിൽ കാണും, നിങ്ങൾ പഠിക്കുന്നുണ്ടാവും. പക്ഷേ റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം ഇതിലേതാണ് ഏറ്റവും നല്ലത്, ഇതിലെ ഏറ്റവും കൂടുതൽ പഠിക്കേണ്ട ടോപ്പിക്കുകൾ ഏതാണ്, ഇത് അറിയാത്തത് കൊണ്ടാണ്. അപ്പോൾ അതൊരു സ്റ്റഡി പ്ലാൻ ആക്കി പ്രോപ്പർ മെൻറ്റർഷിപ്പോടുകൂടി നിങ്ങളുടെ കയ്യിലേക്ക് തന്നാൽ ഉറപ്പായിട്ടും നിങ്ങൾക്കത് ഉപയോഗപ്പെടുത്താനായിട്ട് പറ്റും. അപ്പോൾ മെയ് മാസം 25-ന് ആരംഭിക്കുന്ന SSC CGL ക്രാഷ് ബാച്ചിലേക്ക് ഇപ്പോൾ അഡ്മിഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അഡ്മിഷൻ എടുക്കാനായിട്ട് നിങ്ങൾക്ക് നേരെ നമ്മുടെ സൂപ്പർ നോട്ട്സിൻ്റെ ആപ്പിൽ കയറാം. ആപ്പിൽ എങ്ങനെയാണ് കയറേണ്ടതെന്നൊക്കെ ഞാൻ ഈ സൈഡിൽ കാണിക്കുന്നുണ്ട്. ആപ്പിൽ കയറുക, SSC CGL എന്ന് പറയുന്ന ഭാഗത്ത് നിന്ന് CGL സെലക്ട് ചെയ്യുക, അഡ്മിഷൻ എടുക്കുക, പഠിച്ചു തുടങ്ങുക. ഇനി എവിടെയെങ്കിലും ഒരു സംശയം ഉണ്ടോ എങ്കിൽ 8281223366 എന്ന നമ്പറിലേക്ക് വിളിച്ചോടാം. ധൈര്യമായിട്ട് കൂടെ കൂടിക്കോ, നമുക്ക് പഠിച്ച് ജോലി നേടാം.